നമസ്കാരം. പന്തളം അന്നപൂർണ ജ്യോതിഷ ചാനലിലേക്ക് അതിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 1200 ആണ്ട് വൃശ്ചിക മാസത്തിൽ മകര, കുംഭ, മീനക്കൂറുകാർ അനുഭവിക്കാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പം മകരക്കൂറിനെ സംബന്ധിച്ച് ഉത്തരാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര ഈ 3 നക്ഷത്രങ്ങളാണ്. അപ്പോൾ മകരക്കൂറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 5ാം രാശിയിലൊക്കെ നിൽക്കുന്നെങ്കിലും അത്ര ഈശ്വരാധീനമുള്ള ഒരു സമയമല്ല അവർക്ക്. അപ്പോൾ കാരകോ ഭാവഗന്ധ അനുസരിച്ച് സന്താനങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സന്താനങ്ങളുമായിട്ട് കലഹത്തിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ ഇടപെടാൻ സാധ്യതയുള്ള സമയമാണ്. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ സാമ്പത്തികമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എങ്കിലും ഒരു ഗുണദോഷ സമഫലമായ മാസമാണ് വൃശ്ചിക മാസം. ഇവർക്ക് സാമ്പത്തിക വരവ് വളരെയധികം മെല്ലെയാകാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അലസത വന്നു ചേരുന്ന സമയമാണ്. അലസരാകാതെ വിദ്യയിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര ദുരിതവും ഇവർക്ക് വന്നു ചേരാം. ഗ്രഹത്തിനെ സംബന്ധിച്ച് ഗ്രഹത്തിലെ കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഗ്രഹത്തിൻ്റെ പണികളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ പണികളൊക്കെ തടസ്സപ്പെടാനും സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസം തോറും ഇവർ തൊഴുതുകൊള്ളണം. ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം കലഹിക്കാതെയും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ അതൊക്കെ ഇടകലർന്നായിരിക്കും ഇവർക്ക് വരുന്നത്. ഒരു 100% പെർഫെക്ഷനിലേക്ക് വരാൻ സാധ്യതയുള്ള മാസമല്ല വൃശ്ചിക മാസം. കർമ്മമേഖലയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും കർമ്മമേഖലയിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സാമാന്യമായിട്ടുള്ളൊരു ഗുണദോഷ സമഫലമായ ഒരു മാസമാണ് വൃശ്ചിക മാസം മകരക്കൂറുകാരെ സംബന്ധിച്ച്. നിങ്ങളുടെ ദശാകാല വഴിപാടുകളൊക്കെ കൃത്യമായിട്ടും ചെയ്തുകൊള്ളുക. 7:30 ശയ്ക്ക് നീരാഞ്ജനവും ചെയ്യണം. ഇനി അടുത്തത് കുംഭക്കൂറുകാരാണ്. കുംഭക്കൂറിലെ സംബന്ധിച്ച് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം. 7:30 ശനിക്ക് ജന്മത്തിൽ ശനിയാണ് ഇവർക്ക് അനുഭവിക്കുന്നത്. അപ്പോൾ ജന്മത്തിൽ ശനി മാർച്ച് വരെ ഉണ്ടെങ്കിലും അപവാദം, അപമാനം, സ്ഥാനഭ്രംശം ഈ വിഷയങ്ങളിലേക്കൊക്കെ ഇടപെട്ട് പോകാതെ ശ്രദ്ധിക്കുക. ആ സമയത്തൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കാപ്പുറത്ത് ചില പ്രശ്നങ്ങളിലൊക്കെ വിട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ സമയത്ത് സഞ്ചാരമൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇവരെ സംബന്ധിച്ച് വളരെയധികം അലസ മനോഭാവമായിരിക്കും ഇപ്പോൾ. അലസത മുഖമുദ്രയായിരിക്കും ഇപ്പോൾ ഇവർക്ക്. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നാളത്തേക്കൊക്കെ നീക്കി വെക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് കാണും. അതുപോലെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വാക്കുകൾ മറ്റുള്ളവരുമായിട്ട് ശത്രുത ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവരുത്. അപ്പോൾ സാമ്പത്തിക ഞെരുക്കമൊക്കെ ഇവർക്ക് വന്നു ചേരാം. സാമ്പത്തിക വിഷയത്തിലൊക്കെ കടത്തിലേക്കൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക വിഷയത്തിലൊക്കെ ഇടപെടുമ്പോൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദുരിതമുള്ള ഒരു സമയമാണ്. സഹോദരങ്ങളുമായിട്ട് ശത്രുതയും വേണമെങ്കിൽ വന്നു ചേരാം. ഗ്രഹത്തിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല, ഈശ്വരാധീനം കാണിക്കുന്നുണ്ട്. ഇനി വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ അത് നടക്കാനും സാധ്യതയുണ്ട്. കർമ്മമുഷ്ടിയൊക്കെ വരും, വലിയ കുഴപ്പമില്ല എങ്കിലും എത്ര നല്ല ദശാകാലമുള്ളവരാണെങ്കിലും 7:30 ശനി വരുമ്പോൾ അതിൻ്റെ ഗുണഫലം ഭാഗികമായിട്ട് കുറഞ്ഞു പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ശാസ്താനടയിലോ അതുപോലെ ഹനുമാൻ ക്ഷേത്രത്തിലോ നീരാഞ്ജനം ചെയ്തു കൊള്ളുക. ദശാകാല വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്തു കൊള്ളണം. അടുത്തത് മീനക്കൂറിൻ്റെ ഫലമാണ്. മീനക്കൂറിനെ സംബന്ധിച്ച് പൂരുരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചും 7:30 ശനികാലമാണ്. ഇവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഇവർക്ക് തടസ്സങ്ങൾ കയറി വരാം. അപ്പം കുറച്ച് നാൾ കൂടി ആ ഒരു അനുഭവം ഇവർക്ക് വരും. വ്യാഴം 3ാം രാശിയിലായതുകൊണ്ട് ഇവർക്ക് ഈശ്വരാധീനവും ഇല്ലാത്ത ഒരു വർഷമാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടവരാണ് മീനക്കൂറുകാർ. സാമ്പത്തികമായിട്ട് വളരെയധികം തകരാനും സാധ്യതയുണ്ട്. വാക്കുകൾ ഇവർക്കും ശത്രുത ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ വേണം മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ. സന്താനങ്ങളുമായിട്ട് ഇവർക്ക് കലഹത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായിട്ട് കലഹത്തിൽ വരാതെ നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാതെ വളരെയധികം ജാഗ്രത കാണിക്കുക. വിവാഹ തടസ്സം ഇവർക്ക് വിവാഹമാലോചിക്കുന്നവർക്ക് ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ക്രമേണ മാറി നടക്കാനും സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഇടകലർന്നു വരാനുള്ള സാധ്യതയുള്ള മാസമാണ് വൃശ്ചിക മാസം. ഉള്ള ജോലി പക്ഷേ പോകാതെ നിങ്ങൾ നോക്കണം. ജോലി സ്ഥലത്ത് സ്ത്രീകളുമായിട്ട് നിങ്ങൾക്ക് വാക്കുതർക്കങ്ങളോ ശത്രുതയോ വരാതെ ശ്രദ്ധിക്കണം. പൊതുവിൽ ഇവരെ സംബന്ധിച്ച് ഈശ്വരാധീനം കുറവുള്ള സമയമാണ്.
ഏഴര ശനിക്ക് നീരാഞ്ജനം മാസം തോറും ചെയ്തു കൊള്ളുക. ദശാകാല വഴിപാടുകളും ചെയ്യുക. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ശുക്രദശയുള്ളവർക്ക് വിവാഹ വിഷയത്തിലൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അന്നപൂർണേശ്വരി നടയിലോ അല്ലെങ്കിൽ പാർവതി നടയിലോ ഇവർ മാസം തോറും ഭാഗ്യസൂക്താർച്ചന ചെയ്തു കൊള്ളുക. അപ്പോൾ മീനക്കൂറുകാരും വളരെയധികം ശ്രദ്ധിക്കുക. ഇതാണ് ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിൽ പൊതുവിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.